ഇത് ചന്ദ്രയുടെ ചായ. അതെ, അവരവിടെ സുജിതയും ബൈജു? അവര് മുകളിലുണ്ടാവും. രണ്ടിനെയും ഇന്ന് തന്നെ ഇവിടുന്ന് ഓടിക്കുകയാണ് വേണ്ടത്. എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? ക്ഷേത്രത്തിൽ നടന്ന കോലാഹലങ്ങളൊന്നും നീ കണ്ടില്ലായിരുന്നോ? സുജിത വിവരമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് കരുതി. അത് അവളുടെ വിവരമില്ലായ്മയായി തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. ക്ഷേത്ര ചടങ്ങിനുള്ള കാശ് സത്യയുടെ വീട്ടുകാർ മോഷ്ടിച്ചതാണെന്ന്. ഛേ, എത്ര മോശം സംസാരമാ അത്. അത് കഴിഞ്ഞ് ഗോൾഡ് സത്യയുടെ വീട്ടുകാർ വാങ്ങിച്ചതാണോ എന്ന് സംശയം. എനിക്കിപ്പോ സുജിതയും ബൈജുവിനെയാ സംശയം. എന്ത് സംശയം? സത്യയുടെ വീട്ടുകാർ തലേ ദിവസം ഇവിടെ കൊണ്ടുവന്ന സ്വർണം അവരെങ്ങാനും മോഷ്ടിച്ചോന്ന്. മോഷ്ടിക്കാനോ? അവരോ? അവർക്കെന്തിനാ കണ്ടവരുടെ സ്വർണം? അവർക്കല്ലേ ആ ചടങ്ങ് നടത്തുന്നതിനോട് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്നത്. എന്ന് കരുതി അവരാ ഗോൾഡ് മോഷ്ടിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാ? സത്യയുടെ വീട്ടുകാർ കൊണ്ടുവന്ന ഗോൾഡ് അതല്ലെന്നും അത് പിന്നീട് ശ്രുതിയുടെ അക്കൗണ്ടിൽ നിന്നും കാശെടുത്ത് വാങ്ങിച്ചതാണെന്നും അവരെങ്ങനാ പറയുക? ക്ഷേത്രത്തിലെ ചടങ്ങ് അതിന്റേതായ സത്യസന്ധതയോടെ നടക്കണമെന്ന് മാത്രമേ സുജിതയും ബൈജു ആഗ്രഹിച്ചുള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും നല്ല കള്ളക്കളികൾ അവർ ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഉണ്ടെങ്കിലും തൽക്കാലം അതിന്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. അതെന്താ? എന്തായാലും ചടങ്ങ് ഭംഗിയായി നടന്നല്ലോ. ഇനി ചോദ്യം ചെയ്യലും വഴക്ക് പറച്ചിലും ഒന്നും വേണ്ട. അവിടുന്ന് തന്നെ രണ്ടിനെയും തൂക്കിയെടുത്ത് വെളിയിൽ എറിയണമെന്ന് വിചാരിച്ചതാ. എന്ത് നല്ല കാര്യം നടക്കുകയാണെങ്കിലും സുജിതയ്ക്ക് ഇത് സ്ഥിരം ഏർപ്പെടാതിരിക്കുക. ചടങ്ങ് മുടക്കാനായി വന്നിരിക്കുന്നു. പോട്ടെ, വിട്ടുകളാ. ചടങ്ങ് മുടങ്ങണമെന്നൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയാണല്ലോ അവളുടെ ശീലം. മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞേക്ക് അവളോട്. ഞാൻ പറഞ്ഞോളാം. അല്ല, സതീശന് എന്താ പറ്റിയത്? അവനും വലിയ ടെൻഷനിലായിരുന്നല്ലോ. അത് പിന്നെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച് മോൾക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് കാവേരി വിളിച്ചിരുന്നു. അതിന്റെ ടെൻഷനായിരുന്നു. അയ്യോ, മോൾക്ക് എന്താ പറ്റിയത്? പേടിക്കാൻ മാത്രമൊന്നുമില്ല. കാലിൽ ചെറിയൊരു പരിക്ക്, അത്രേ ഉള്ളൂ. എന്നിട്ട് നീ എന്താ അത് ഇത്ര നേരമായിട്ടും പറയാതിരുന്നത്? സതീഷും പറഞ്ഞില്ല. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. അതവനൊന്നും പറയാതെ പോയത്. ചന്ദ്രേട്ടനൊന്ന് കാവേരിയെ വിളിച്ചു നോക്ക്. കാവേരി, അച്ഛനാ? കുഞ്ഞിന് എന്തു പറ്റി? ഓ, അതെയോ? അധികമൊന്നുമില്ലല്ലോ. ഡോക്ടറെ കാണിച്ചോ? വേദനയുണ്ടോ അവക്ക്? ശരി ശരി. സതീഷ് അവിടെ എത്തിയോ? ഇല്ലേ? ഒന്നുമില്ല, വിവരം അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. മോളെ നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. പുറത്തേക്ക് കളിക്കാനൊന്നും വേണ്ട. ശരി മോളെ. പൂജയൊക്കെ ഭംഗിയായിട്ട് നടന്നു. ശരി, പിന്നെ വിളിച്ചാ മതി. കുറച്ചു ദിവസം ഞാൻ ഇവിടെ തന്നെ കാണും. ഇല്ല, അതിനു മുമ്പ് പോയേ പറ്റും. ഷുവർ, ഞാൻ അവിടെ എത്തിക്കാം. 2 ദിവസത്തിനകം ഞാൻ അവിടെ എത്തിക്കാന്നേ. രാഹുൽ, അവളെവിടെ? ആര്? ദിവ്യ എവിടെയെന്ന്? എനിക്കൊരു ദിവ്യ അറിയില്ല. അറിയില്ലെന്നോ? നിന്റെ കൂടെ ഒളിച്ചോടിയ എന്റെ ഫ്രണ്ട് ദിവ്യ, അവൾ എവിടെയെന്നാ ചോദിച്ചത്. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? എങ്ങോട്ടാ പോകുന്നേ? കാര്യം പറഞ്ഞിട്ട് പോയാ മതി. ഒന്ന് മാറിന്നേ, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. ഞാനിപ്പോ ആളുകളെ വിളിച്ചു കൂട്ടും. വേഗം സത്യം പറയുന്നതാ നിനക്ക് നല്ലത്.
ഞാൻ സത്യമാ പറയുന്നേ. നിന്റെ തരികിട പരിപാടിയൊന്നും അവളോട് വേണ്ട. തട്ടിക്കൊണ്ടുപോകൽ, പ്രേമം നടിക്കൽ, പീഡനം തുടങ്ങി കുറെ കുറ്റങ്ങൾ നിന്റെ പേരിൽ ചുമത്തിയാ ഒരു കാലത്തും പിന്നെ നിനക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ പെങ്ങളെ, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സത്യം ചെയ്തു തരാം. ദിവ്യ എന്റെ കൂടെ ഇല്ല. അവളും സുധിയുമായുള്ള കല്യാണത്തിന്റെ തലേ ദിവസം അവളെ ഞാൻ തട്ടിക്കൊണ്ടു പോവുമായിരുന്നു. വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനത് ചെയ്തതും. എന്നെ വഞ്ചിച്ച് മറ്റൊരുത്തനെ സ്വന്തമാക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. പച്ചക്കള്ളം. ദിവ്യ നിന്റെ കൂടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ നീ അവളെ എന്തോ ചെയ്തു. സത്യം പറ. ദേ നോക്ക്, ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ ഞാൻ വിളിച്ചു കൂട്ടണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ചേട്ടാ, ഒന്നിങ്ങ് വന്നേ. ഒന്ന് നിന്നേ. ഞാൻ സത്യം പറയുന്നേ. എന്നെ ഒന്ന് വിശ്വസിക്കണം. ദിവ്യ എന്റെ കൂടെ ഇല്ല. എന്റെ തലക്കടിച്ച് രക്ഷപ്പെട്ടു പോയത്. ഏയ്, ഒന്നുമില്ല. മനുഷ്യനെ കളിയാക്കാൻ വേണ്ടി. തലക്കടിക്കാനോ? നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ദിവ്യയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ അതിനുമുമ്പ് അവള് രക്ഷപ്പെട്ടു കളഞ്ഞു. അവള് സുധിയുടെ അടുത്തേക്കാവും പോയതെന്ന് കരുതി ഞാൻ കല്യാണ മണ്ഡപത്തിൽ ചെന്നു. അവിടെ പോ സുധിയും സത്യം തമ്മിലുള്ള കല്യാണം നടക്കുമായിരുന്നു. പിന്നെ ദിവ്യ എവിടെ പോയി? എനിക്കറിയില്ല. അവളിപ്പോ എന്റെ കൂടെ ഇല്ല. സത്യമായിട്ടും പറയുക, ദിവ്യ എന്റെ കൂടെ ഇല്ല. ദേ, ഈ വിവരം എന്റെ പൊന്നു പെങ്ങളെന്ന് സത്യം അവളുടെ വീട്ടുകാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം പ്ലീസ്. ഒരുപാട് തെണ്ടിത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. പ്ലീസ്, എന്നെ ഒന്ന് വിശ്വസിക്കണം. എന്നെ ഒന്ന് വിശ്വസിക്കണം. കീ, ഞാൻ പൊക്കോട്ടെ. പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് അവനെന്തിനാ? അത് ഞാൻ അവനോട് ചോദിച്ചു. അവനെന്തെങ്കിലും പാര വെക്കാനുള്ള പ്ലാൻ ആയിരിക്കും. എന്തായാലും നീ സൂക്ഷിക്കണം സുധി. അവൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ, 1-2 ദിവസങ്ങൾക്കകം ചിലപ്പോൾ നമുക്കൊരു ഗുഡ് ന്യൂസ് വരും. നമുക്കോ? അതെ. എന്ത് ഗുഡ് ന്യൂസ്? അത് പറയാറായിട്ടില്ല. എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്നാ നീ ഉറപ്പിച്ചോ, ആ ഗുഡ് ന്യൂസ് നമുക്ക് വരില്ല. നീ കരുനാക്ക് വളച്ചൊന്നും പറയാതെ. അച്ഛൻ വളരെ പ്രതീക്ഷയില്ല. എടാ, വരാൻ പോകുന്ന ആ ഗുഡ് ന്യൂസിനെ കുറിച്ച് അഭി അറിഞ്ഞു കാണും. അതിനുള്ള പാരയുമായിട്ടാണ് അവ ഇറങ്ങിയത്. ഇതേ അവനെ കൊണ്ടൊന്നും തടയാൻ പറ്റില്ല. എടാ, നിന്റെ ബോസിന്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് സ്മെല്ലടിച്ചിട്ടുണ്ട്. എന്ത് സ്മെല്ല്? എന്തോ അറിഞ്ഞിട്ടുള്ള ചോദ്യമാണ് അതെന്ന്. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. എടാ, അബിയുടെ ദേഷ്യം മുഴുവൻ സത്യയോടാ. അവളെയും നിന്നെയും തമ്മിൽ അകറ്റാനുള്ള സകല കളിയും അവ കളിക്കും. അതുകൊണ്ടളിയാ, നീ ഒന്ന് കരുതിയിരുന്നോളണം. ഏത് വഴിക്കാണ് അവന്റെ ആക്രമണം വരണമെന്ന് പറയാൻ പറ്റില്ല. അവന്റെ ഒരാക്രമണം ഏശില്ലെന്ന് പറഞ്ഞില്ലേ? എടാ, അവൻ നിന്റെ പിന്നാലെ തന്നെയുണ്ട്. എടേ, പൂജ നടന്നതും അത് എന്തിനു വേണ്ടിയിട്ടുള്ള പൂജയാണെന്നും അതിന് എത്ര കാശ് ചെലവായെന്നും വരെ അവനറിയാം. എടാ, നിന്റെ നാളും നക്ഷത്രവും വരെ അവന് ബൈഹാർട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ അബിയെ നിസ്സാരനായിട്ട് കാണരുത്. അവൻ കളിക്കട്ടെ, നമുക്ക് നോക്കാലോ അവൻ എവിടം വരെ കളിക്കുമെന്ന്.
നീ വണ്ടി കയറ. ആ അങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? ആ പപ്പൻ വന്നതുപോലെ തോന്നി. ബുള്ളറ്റിന്റെ ശബ്ദം നീ കേട്ടില്ലായിരുന്നോ? ഇല്ല, അമ്മയ്ക്ക് വെറുതെ തോന്നിയതാവും. ആ ദാ സത്യ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ വിളിച്ചു തരാം. ഇപ്പൊ വേണ്ട, ഇത്തിരി കഴിയട്ടെ. അമ്മയ്ക്കിതെന്താ പറ്റിയേ? വീടിന്റെ പ്രമാണം എന്തിനാ മേശപ്പുറത്തെടുത്ത് വെച്ചിരിക്കുന്നേ? പപ്പൻ ഏത് നേരത്താ കയറി വരികയെന്ന് അറിയില്ലല്ലോ. യോ എന്റെ അമ്മേ, കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനിപ്പോഴേ ആധാരം എടുത്ത് പുറത്തു വെക്കണോ? അവനോട് വാങ്ങിയ കാശ് നമ്മൾ എങ്ങനെ തിരിച്ചു കൊടുക്കും? അത് തിരിച്ചു കിട്ടുമെന്ന് കരുതി ആയിരിക്കില്ല പപ്പൻ കാശ് തന്നത്. അവന്റെ കണ്ണിൽ ഈ വീടും പറമ്പും തന്നെയാ ലക്ഷ്യം. എല്ലാം പോട്ടെ അമ്മേ. അവനത് കൊണ്ടുപോയിക്കോട്ടെ. വീടും പറമ്പും കൊടുത്തതിന്റെ പേരിലെങ്കിലും പപ്പൻ അമ്മയെ നല്ലതുപോലെ നോക്കുമായിരിക്കും. നോക്കും. കാര്യം നേടിക്കഴിഞ്ഞാ അവൻ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കില്ല. അതൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ദിവ്യയുടെ ജീവിതം എന്താണെന്നോ എങ്ങനെയാ കഴിയുന്നോ എന്നോ നമുക്കറിയില്ല. സത്യക്കെങ്കിലും ഒരു നല്ല ഭാവി ഉണ്ടാവണം. അവക്ക് ആ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും വീട് പണയപ്പെടുത്തിയത്. പപ്പൻ എപ്പോ വേണമെങ്കിലും കയറി വരും. അവനിപ്പോ ഈ വീട്ടിൽ കൂടുതൽ അധികാരമായി കഴിഞ്ഞല്ലോ. അമ്മ വിഷമിക്കണ്ട, സത്യം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പപ്പന്റെ കടം അവള് വീട്ടിക്കോളും. അത് വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. ഈ കടം സത്യയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കർമ്മത്തിന് വേണ്ടി വരുത്തിയ കടമാണ്. അത് വീട്ടേണ്ടത് നമ്മൾ തന്നെയാ. എന്തായാലും സത്യയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. അത് തന്നെ വലിയ ആശ്വാസം. സത്യയ്ക്കും ശ്രുതിക്കും ഇടയില് എന്തൊക്കെയോ സ്വരച്ചേർച്ചയില്ലായ്മകൾ എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. പൂജയോടുകൂടി അതെല്ലാം അവസാനിച്ചിട്ടുണ്ടാവും. ആ ലെന, മോള് ഇവിടേക്കുള്ള വഴിയൊക്കെ അങ്ങ് മറന്നു വിചാരിച്ചു. തിരക്കായിരുന്നു അമ്മേ. തിരക്കിനിടയിലും നീ ഞങ്ങളെ ഓർത്തല്ലോ, അത് തന്നെ ഭാഗ്യം. ഓർക്കാതെ പിന്നെ എന്നും വിചാരിക്കും അച്ഛമ്മയും വിമലാമ്മയും ഒന്ന് കാണണമെന്ന്. ക്ലാസ്, ട്യൂഷൻ, പഠനം, അതിനിടയിൽ സമയം കിട്ടണ്ടേ? ദിവ്യ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ തന്നെ കാണുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു, ആരെയും കണ്ടില്ല. വാതില് പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. ഞങ്ങള് സത്യയുടെ വീട് വരെ ഒന്ന് പോയിരുന്നു. അപ്പോഴായിരിക്കും മോള് വന്നത്. സത്യക്ക് അവിടെ സുഖം തന്നെയല്ലേ? സുഖാണ്. അവളുടെ പേരിൽ ഒരു പൂജയുണ്ടായിരുന്നു. അതെയോ? സത്യ അവിടെ സന്തോഷത്തോടെ കഴിയുന്നു. ദിവ്യയുടെ കാര്യം, അവൾ എവിടെയാണ് എന്നതിന് ഇപ്പോഴും ഒരു അറിവുമില്ല. രാഹുലിന്റെ കൂടെയാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ എന്നൊക്കെ ആർക്കറിയാം. ദിവ്യയുടെ കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അവള് മോളെ വിളിച്ചിരുന്നോ? വിളിച്ചതല്ല, ഞാൻ രാഹുലിനെ കണ്ടിരുന്നു. ദിവ്യ അവന്റെ കൂടെ ഉണ്ടോ? അവൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? ഞാൻ പറയുന്നത് വിമലാമ്മയും അച്ഛമ്മയും ക്ഷമയോടെ കേൾക്കണം. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നം? കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എന്താണെങ്കിലും പറ. രാഹുൽ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? പറ. അമ്മ ഫോൺ എടുക്ക്, എന്നിട്ട് പറയാം. ഇതറിയാത്ത നമ്പരാ. നീ രാഹുൽ എന്താ പറഞ്ഞെന്ന് പറ. നീ ഫോൺ എടുത്ത് നോക്ക് വിമലേ, എന്തെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. അമ്മേ, ഹലോ. ഹലോ അമ്മേ. ആരാ? സത്യാണോ? അമ്മയ്ക്ക് സത്യം മാത്രമേ അറിയൂ അല്ലേ? ദിവ്യമോളാണോ? എന്റെ ശബ്ദം കേട്ടിട്ട് അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല? ദിവ്യ തന്നെയാ. അയ്യോ, അമ്മേ ദിവ്യയാ?
അതെയോ? മോളെ, നീ എവിടെയാ? ഇപ്പോഴെങ്കിലും അമ്മ അന്വേഷിച്ചല്ലോ. എന്നും അമ്മ അന്വേഷിക്കാറുണ്ട്. നീ എന്തിനാ മോളെ ഞങ്ങളെയൊക്കെ ഇട്ടിട്ട് പോയത്? എവിടേക്കാ നീ പോയത്? ഞാനിവിടേക്ക് തന്നെ ഉണ്ട്. രാഹുൽ ഇവിടെ വന്നിരുന്നു. നിന്നെയും കൂട്ടി വരാൻ ഞങ്ങൾ പറഞ്ഞതാ അവനോട്. തിരക്കല്ലേ അമ്മേ, ഒരു ദിവസം ഞാൻ വരാം. എവിടെയാണെങ്കിലും നീ സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിയുന്നത് തന്നെയാ ഞങ്ങൾക്ക് സന്തോഷം. അമ്മയ്ക്കും മുത്തശ്ശിക്കും സുഖം തന്നെയല്ലേ? മുത്തശ്ശിയോ? അച്ഛമ്മേ, നീ എന്നു മുതലാ മുത്തശ്ശിന്ന് വിളിക്കാൻ തുടങ്ങിയത്? സോറി അമ്മേ, അത് ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞപ്പോ. സോറിയോ? എന്താ മോളെ ദിവ്യേ, നിനക്ക് എന്താ പറ്റിയേ? കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നിന്റെ സ്വഭാവം മാറിയോ? അല്ല, അത് പിന്നെ അമ്മേ, ഞാന് ഇവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാമേ. ശരി. ഏയ്, അതൊന്നും കുഴപ്പമില്ല. അവർക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ഏയ്, ഇല്ലാന്നാ തോന്നുന്നേ. സംശയം തോന്നിയാലും വിഷമിക്കണ്ട. വിശ്വസിക്കാൻ പറ്റിയൊരു ഉഗ്രൻ തെളിവ് ഉടൻ അവിടെ എത്തിയിരിക്കും. വാ. എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാതിരിക്കുന്നത് എന്തിനാ അമ്മേ? വിളിച്ചത് ദിവ്യ തന്നെയാ. എനിക്ക് അവളുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ അവിടെ എന്തോ തിരക്കിലാണെന്ന്. വിരുന്നുകാരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും അവള് സുഖമായിരിക്കുന്നുണ്ടല്ലോ. അത്രേ അറിയാൻ കഴിഞ്ഞ എന്ന ഭാഗ്യം. പഴയ കുട്ടികളെയും ടെൻഷനും ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല പെണ്ണിന്. അച്ചമ്മയ്ക്ക് സുഖാണോന്ന് ചോദിക്കുന്നതിന് പകരം മുത്തശ്ശിക്ക് സുഖാണോന്നാ ചോദിച്ചത്. നമ്മൾ എന്തു പറയുമെന്ന് കരുതി പേടിച്ചിട്ടുള്ള വിളിയായിരിക്കും. അതിന്റെ ബന്ധപ്പാടിൽ മാറിപ്പോയതാവും. എന്നിട്ടോ ഒരു സോറി പറച്ചിലും. അത് കേട്ടപ്പോഴാ എനിക്ക് ചിരി വന്നത്. ജീവിതത്തിൽ അവൾ ആരോടെങ്കിലും സോറി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പഴയ ദിവ്യയല്ല അവളിപ്പോ എന്ന് മനസ്സിലായില്ലേ? ജീവിതാനുഭവം ഉള്ള ഒരു കുടുംബിനിയായി കഴിഞ്ഞിട്ടുണ്ടാവും ദിവ്യ ഇപ്പൊ. ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടമ്മേ. ദിവ്യക്കൊന്ന് വിളിക്കാൻ തോന്നിയല്ലോ. ഈശ്വര, എല്ലാം ആ വഴിപാടിന്റെയും പൂജയുടെയും ഗുണമായിരിക്കും. ഈശ്വര, നീ കാത്തു. ഇനി ഒരു വഴിപാടും കൂടി നേരട്ടെ. മോൾ അകത്തേക്ക് വാ. വാ. ദിവ്യ, എന്തുപറ്റി? എന്തെങ്കിലും സുഖയില്ലായ്മ ഉണ്ടോ? ഇല്ല. പിന്നെന്തൊരു മൂഡ് ഓഫ്? എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. ഞാൻ ആരാ? എവിടെയായിരുന്നു? എന്റെ ഫാമിലി, അച്ഛൻ, അമ്മ. അതല്ല, ഒരുപക്ഷെ ഞാൻ അനാഥയായിരിക്കോ? ഓർമ്മകളില്ലാത്തവരുടെ ജീവിതം എത്ര വിരസമാണ്. എന്താ ദിവ്യ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദിവ്യക്ക് എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞതല്ലേ, സാവകാശം എല്ലാവരെയും ദിവ്യക്ക് പരിചയപ്പെടാം. പരിചയം, അതാണ് എന്റെ പ്രശ്നം. ആരാണെന്നറിയാതെ സ്വന്തം ഒന്ന് വിശ്വസിക്കേണ്ട അവസ്ഥ. അതെന്താ ദിവ്യക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്. ദിവ്യയുടെ എന്താവശ്യവും ഞങ്ങൾ സാധിച്ചു തരും. എനിക്ക് ഒരാഗ്രഹമുണ്ട്. എന്താ അത്? അമ്മയെ കാണണം. അതിനൊരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന?
പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് എന്റെ ഓർമ്മകൾ തിരിച്ചു വരുമ്പോഴും ആ അമ്മ തന്നെ ആയിരിക്കണം എന്റെ അമ്മ. ഞങ്ങള് ദിവ്യയെ പറഞ്ഞു പറ്റിക്കും തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് വിശ്വാസമാണ് നിങ്ങളെ. ദിവ്യയുടെ അമ്മയെ നമുക്ക് പോയി കാണാം. പക്ഷേ എന്താ? അവരും കൂടെ സമ്മതിക്കണ്ടേ? അവർക്ക് ദിവ്യ വേണ്ട. അവർക്ക് അങ്ങനെ ഒരു മകളില്ലെന്നാ അവർ പറയുന്നത്. ഞാൻ നേരിട്ട് ചെന്നാ അവര് വിശ്വസിക്കില്ലേ? ദിവ്യ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞതാണ് അവരുടെ പ്രശ്നം. ഞങ്ങള് ദിവ്യയുടെ വീട്ടുകാരെ കണ്ട് എല്ലാം സംസാരിച്ചതാ. വീട്ടുകാരെ ചതിച്ചവളാണ് പോലും ദിവ്യ. അതിന്റെ ദേഷ്യം അവർക്ക്. ചതിക്കാനോ? ഞാനോ? എന്താണ് സത്യമെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും ഇപ്പൊ ദിവ്യ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. അതെ. സാവകാശം ഞാൻ വീട്ടുകാരെ പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെയ്യാം. അതാ ദിവ്യ നല്ലത്. വെറുതെ എന്തിനാ ഇഷ്ടമല്ലാത്തവരോടൊപ്പം ഒന്നും അറിയാതെ കഴിയുന്നത്? ആ, ദിവ്യക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുന്ന കാണുമ്പോഴുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അതൊന്നും ദിവ്യ കാര്യമാക്കണ്ട. ദിവ്യയുടെ ഭാവി അത് സന്തോഷമുള്ളതാവണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആ, വരൂ, നമുക്കൊരു കോഫി കഴിച്ചിട്ട് വരാം. വാ ദിവ്യ. ദിവ്യ വാ. എന്താ ലന, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? രാഹുലിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അതുകൊണ്ടാ കാണണമെന്ന് പറഞ്ഞത്. ഇക്കാര്യം ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല. നീ രാഹുലിനെ കണ്ടായിരുന്നോ? എവിടെ അവനുള്ളത്? അവൻ ഈ നാട്ടിൽ തന്നെയുണ്ട്. അഡ്രസ് കിട്ടിയോ? ഞാൻ പറയാൻ പോകുന്നത് രാഹുലിനെ കുറിച്ചല്ല. പിന്നെ? നിനക്ക് വിഷമമൊന്നും തോന്നരുത്. എന്താ ലന? പറഞ്ഞത് രാഹുൽ ആയതുകൊണ്ട് നമുക്ക് മുഴുവനും വിശ്വസിക്കാനും പറ്റില്ല. അവൻ നിന്നോട് സംസാരിച്ചോ? ഞാൻ ടൗണിൽ പോകുന്ന വഴി രാഹുലിനെ കണ്ടിരുന്നു. രാഹുൽ, എങ്ങോട്ടാ പോകുന്നേ? കാര്യം പറഞ്ഞിട്ട് പോയാ മതി. എന്റെ പെങ്ങളെ, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സത്യം ചെയ്തു തരാം. ദിവ്യ എന്റെ കൂടെ ഇല്ല. അവളും സുധിയുമായുള്ള കല്യാണത്തിന്റെ തലേ ദിവസം അവളെ ഞാൻ തട്ടിക്കൊണ്ട് പോവുമായിരുന്നു. എന്നെ വഞ്ചിച്ച് മറ്റൊരുത്തന്നെ സ്വന്തമാക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. ചേച്ചി അവന്റെ കൂടെ ഇല്ലെന്ന് അവൻ പറഞ്ഞോ? പറയുകയല്ല, അവൻ അപേക്ഷിക്കുകയാണ് ചെയ്തത്. ആ കാര്യം വീട്ടുകാരോട് പറയാം. അപ്പോ ചേച്ചി ഇന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തു എന്നാണല്ലോ അമ്മ പറഞ്ഞത്. അവൾക്ക് സുഖമാണ്, നല്ല സന്തോഷത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ആ സമയത്ത് ഞാൻ സത്യയുടെ വീട്ടിലുണ്ടായിരുന്നു. ദിവ്യ രാഹുലിന്റെ കൂടെ ഇല്ലാന്ന് പറയാൻ വേണ്ടി ഞാൻ സത്യയുടെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് നീ ആ കാര്യം അമ്മയോട് പറഞ്ഞോ? ഇല്ല സത്യ,
ദിവ്യ വിളിച്ച സന്തോഷത്തിലിരിക്കുന്ന അവരോട് ദിവ്യ രാഹുലിന്റെ കൂടെ ഇല്ല എന്ന സത്യം പറയാൻ എനിക്ക് തോന്നിയില്ല. പറയാതിരുന്നത് നന്നായി. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ രാഹുലിന്റെയും ദിവ്യയുടെയും കാര്യത്തിലുണ്ട് സത്യ. ചേച്ചി പോയത് അവന്റെ കൂടെയാണെന്ന് നമുക്ക് ഉറപ്പല്ലേ? തന്നെയല്ല, ഒരിക്കൽ കൊച്ചച്ഛൻ അവനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ അമ്മയോടും അച്ഛമ്മയോടും അക്കാര്യം അവൻ സമ്മതിക്കുകയും ചെയ്തതാ. അതൊക്കെ ശരിയാണ്. ചിലപ്പോൾ അവനത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഞാൻ ഇതുവരെ ചേച്ചി വിളിച്ചു എന്ന് അമ്മ പറഞ്ഞതിന്റെ സന്തോഷത്തിലിരിക്കുകയായിരുന്നു. നീ വിഷമിക്കാതിരിക്കും. ദിവ്യ രാഹുലിന്റെ കൂടെ തന്നെ കാണും. അവന്റെ ഉള്ളിൽ മറ്റെന്തോ പ്ലാൻ ഉണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടിയാവും ദിവ്യ കൂടെ ഇല്ലെന്ന് പറയുന്നത്. പറയുന്നതല്ല, അങ്ങനെ വരുത്തി തീർക്കുകയാണവൻ. അതെ, ഒരു കാര്യം ഉറപ്പാ, ചേച്ചി അവന്റെ കൂടെ ഇല്ല എന്ന് അവൻ പറഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അവൻ ഈ നാട് വിടാൻ സാധ്യതയുണ്ട്. അതിനു മുൻപ് അവനെ എനിക്ക് കിട്ടണം. അവൻ രക്ഷപ്പെടാൻ പാടില്ല. അതിന് ഞാൻ അവനെ സമ്മതിക്കില്ല. എന്തുപറ്റി? ഒന്നുമില്ല. അമ്മയെ വിളിച്ചിരുന്നോ? ഇല്ല. കൊച്ചച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ലല്ലോ? ഒന്നും അറിയില്ല. ക്യാഷ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതല്ലേ? ഒരു വാശിയുടെ പേരിൽ 2 ജീവൻ അനാഥമാക്കുന്ന എന്തിനാ? വാശിയുടെ പേരിലാണെന്ന് നമുക്ക് തോന്നുന്നതല്ലേ? അവരെ സംബന്ധിച്ച് അത് ജീവിതത്തിലെ വലിയൊരു കാര്യമോ? എന്തായാലും അവരെ അനാഥരാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛമ്മയെ കൊച്ചച്ഛൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അമ്മയെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. വേണ്ട സുധി, അമ്മ ആഗ്രഹിക്കുന്നത് തീർത്ഥാടനോ, അതായത് ശാന്തിയും സമാധാനമുള്ള ഒരു ശിഷ്ട ജീവിതം. ഇവിടെ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി നമുക്കൊരു വീട് തന്നെ റെഡിയാക്കാം. ഏത് വീട്ടിൽ പോയാലും അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ആ വീട് അവരുടെ സ്വപ്നവും യാഥാർത്ഥ്യവും ജീവനും ജീവിതവും എല്ലാം. അത് നഷ്ടമായ പിന്നെ അവരില്ല സുധേ. അറിയാം. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലാക്കി കളഞ്ഞില്ലേ എല്ലാവരും? ദിവ്യേച്ചി അമ്മയെ വിളിച്ച കാര്യം സുധിയോട് പറഞ്ഞാലോ? സുധിക്കത് ഇഷ്ടപ്പെടൂ? അതോ ചേച്ചിയെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കൂ? പറഞ്ഞു നോക്കാം. എന്താ സത്യ? അത് പിന്നെ എന്താ? ഞാനിന്ന് ലെനയെ കണ്ടിരുന്നു. ലെനയോ? അവള് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിരുന്നു. ആരേ ലെന? അത് 1 മിനിറ്റ്. ഹലോ, യെസ്, അതെയോ? താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ.
ആ പറയാം. ഷുവർ. ആ അച്ഛൻ താഴത്തെ റൂമിലാ. ഷുവർ, ഞാൻ പറയാം. ഓക്കെ. യെസ്, താങ്ക് ഗോഡ്. എന്താ സുധി, ആരെ വിളിച്ച? എന്താ ഇത്രമാത്രം സന്തോഷമുള്ള കാര്യം? ഇതിനെല്ലാത്തിനുള്ള മറുപടി അച്ഛന്റെ മുന്നിൽ വെച്ച് പറയാം. അതെന്താ ഇവിടെ വെച്ച് പറയാത്ത? ഈ ഹാപ്പി ന്യൂസ് ആദ്യം കേൾക്കേണ്ടത് സത്യമല്ല, അച്ഛനാ. വാ. കർഷക സമരം ഇപ്പോഴെങ്ങും തീരുമെന്ന് തോന്നുന്നില്ല. അച്ഛാ. ആ എന്താ അച്ഛാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താടാ മോനെ? അച്ഛന് പറയാൻ പറ്റുമോ എന്താന്ന്? അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാ എന്താന്ന് പറയടാ, സസ്പെൻസ് ഇടാതെ. ഏയ്, ഇവന്റെ ഗുഡ് ന്യൂസ് മിക്കവാറും ബാഡ് ന്യൂസ് ആയിരിക്കും. നീ ഒന്നും ഉണ്ടായിരുന്നേ. എന്താ മോനെ ഗുഡ് ന്യൂസ്? ഒന്ന് പറയടാ. നമ്മള് ഒരുപാട് നാള് ശ്രമിച്ചിട്ടും കിട്ടാതെ പോയൊരു പ്രോജക്റ്റ് നമുക്ക് കിട്ടി. ഏത് പ്രോജക്റ്റ്? ആ ഗവൺമെന്റ് പ്രോജക്റ്റ് ആണോ? യെസ്. ഓ മൈ ഗോഡ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ് മോനെ. താങ്ക് യു അച്ഛാ. അത് നമുക്ക് കിട്ടില്ലെന്ന് കരുതി വിട്ട കേസാ ഞാൻ. സുധി, നിന്റെ ഒരൊറ്റ ശ്രമം കൊണ്ടാ ആ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ വന്നത്. ഹാവൂ, സമാധാനം. ഞാൻ കരുതി അതും സത്യ വലതുകാല് വെച്ച് കയറി വന്നതിന്റെ ഐശ്വര്യമാണെന്ന് അച്ഛൻ പറയുമെന്ന്. ഇപ്പോഴെങ്കിലും സുധിയുടെ അധ്വാനത്തിന്റെ ഫലമാണിതെന്ന് സമ്മതിച്ചല്ലോ. അതിനപ്പുറം നമ്മുടെ പൂജ ഫലം കണ്ടു തുടങ്ങിയെന്ന് വേണം പറയാൻ. ക്ഷേത്രത്തിലെ ചടങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. സുധിയുടെ എല്ലാ ദോഷ സമയങ്ങളും അവസാനിച്ചെന്ന് വേണം കരുതാൻ. എത്ര കോടിയുടെ പ്രോജക്റ്റാണ് പാസ്സായിരിക്കുന്നത് അറിയോ നമുക്ക്? ഇല്ല. 200 കോടി രൂപയുടെ പ്രോജക്റ്റാ. ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണം. വേണ്ട പോലെ. രാധികെ, ഇന്ന് നമ്മുടെ കിച്ചൺ ക്ലോസ് ചെയ്തേക്ക്. ഫുഡ് പുറത്തുനിന്ന് വിത്ത് ഫാമിലി. എല്ലാം ചന്ദ്രേട്ടന്റെ ഇഷ്ടം. സതീഷിനെ കൂടെ വിളിക്കണം. ബാമോനെ, ബാമോളെ. കോടിയുടെ പ്രോജക്റ്റ് വർക്ക് കഴിയുമ്പോ ഒരു 5 കോടിയെങ്കിലും മണിമംഗലം ബിൽഡേഴ്സിന്റെ അക്കൗണ്ടിൽ വരും. അച്ഛനോട് കടം ചോദിക്കാൻ പറ്റിയ സമയം. ഒരു 50 ലക്ഷമെങ്കിലും തടയുമായിരിക്കും. നല്ല സമയം. ഇത് നശിച്ച സമയമാ, നാശത്തിന്റെ സമയം. മണിമംഗലം ബിൽഡേഴ്സിനെ തകർക്കാൻ നമുക്ക് കഴിയില്ല ബി. അതിന് തെളിവായത്. എന്ത് തെളിവ്? എന്ത് തെളിവാന്നാ നീ പറയുന്നേ? അതിനെന്തിനാ എന്നെ പിടിച്ച് തിന്നാൻ വരുന്നേ? അങ്ങാടി തോറ്റതിന് അമ്മയുടെ നേർക്കെന്ന് പറഞ്ഞതുപോലെയാണല്ലോ അബി കാണിക്കുന്നേ. അബി തോൽക്കില്ല. തോൽപ്പിക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചാലും എനിക്ക് ജയിച്ചേ പറ്റൂ. അബി, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ആ ഗവൺമെന്റ് പ്രോജക്റ്റ് പോകുന്നെങ്കിൽ പോട്ടെ. 200 കോടിയുടെ പ്രോജക്റ്റ് അത്. നമുക്ക് നഷ്ടമായ അത് മറ്റാർക്ക് കിട്ടിയാലും പ്രശ്നമില്ലായിരുന്നു. മണിമംഗലം ബിൽഡേഴ്സിന് അത് കിട്ടിയതായിരിക്കും കുഴപ്പം അല്ലേ? അതെ, അത് തന്നെയാ കുഴപ്പം. ഇതോടെ ബിസിനസിന്റെ പടവിൽ അവരൊരു പടി കൂടി കയറും. സുധി നാളെ ലോകം അറിയപ്പെടുന്ന ബിസിനസ്മാനായി മാറും. അവനെ തകർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാനിട്ടല്ലോ. സുധിയുടെ വളർച്ചയെന്ന അബിയുടെ തകർച്ചയാണ്. ഇങ്ങനെ പോയാ മണിമംഗലം ബിൽഡേഴ്സ് വേൾഡ് ലെവൽ ബിസിനസ്മാൻമാരായി മാറും. നമ്മളോ? നമ്മൾ ആരും അറിയാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത വെറും കച്ചവടക്കാർ മാത്രമായി മാറും. ഇല്ലേ? നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? എന്റെ ടെൻഷൻ ഒരു പെഗ് സ്കോച്ച് കഴിച്ചാൽ മാറും.
പക്ഷെ ശ്രുതിയുടെ ടെൻഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. 200 കോടിയുടെ ടെൻഷൻ അതെങ്ങനെ സുധിയുടെ തലയിൽ വെച്ചു കൊടുക്കും എന്നതിനെ കുറിച്ച് ആലോചിക്ക്. ആലോചിച്ചു, അതിനുള്ള ഉത്തരവും കിട്ടി. എന്താ 200 കോടിയുടെ അഹങ്കാരത്തിന് മുകളിൽ ആണിയടിച്ച് തൂക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ കലണ്ടർ. അത് നമ്മുടെ കയ്യിലിരിക്കുമ്പോ ഞാൻ എന്തിനു ടെൻഷൻ അടിക്കണം? എന്താ നിന്റെ പ്ലാൻ എന്ന് പറ. മണിമംഗലം ബിൽഡേഴ്സിന് മഹാഭാഗ്യം വന്നിരിക്കുന്ന സമയമല്ലേ, ഒന്ന് അഭിനന്ദിച്ചേക്കാം. അഭിനന്ദിക്കാനോ? ആരെ? മണിമംഗലം ബിൽഡേഴ്സിന്റെ പ്രധാന സൂത്രധാരനെ സുധി എന്ന സുദീപ് ചന്ദ്രനെ തന്നെ. നീ എന്താ ഈ പറയുന്നേ? സുധിയെ നമ്മൾ വിളിച്ച് അഭിനന്ദിക്കാനോ? യെസ്, വലിയൊരു ബിസിനസ് സ്വന്തമാക്കിയവന് ഒന്ന് കൺഗ്രാറ്റ്സ് ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ പിന്നെ ഒരേ തോണിയിലെ യാത്രക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യം പറഞ്ഞ അബിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. അതിനു മുമ്പ് സുധിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഒരു കിടിലൻ ഗിഫ്റ്റ്. വണ്ടി എടുത്ത് മാറ്റണം. Congrats. Sir, please. സാറ് നിത്യവും ഓഫീസിലേക്ക് പോകുന്ന വഴിയല്ലേ ഇത്?
ഇവിടെ ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്താലേ സാറിനെ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് സോറി. ഒരു വിശേഷപ്പെട്ട ദിവസത്തിനു വേണ്ടി കാത്തിരിക്കായിരുന്നു ഇതുവരെ സാറിനെ ഒന്ന് കാണാൻ. സർ, ഫോൺ. കൺഗ്രാചുലേഷൻസ് സുധി. താങ്ക് യു. എന്താ ഒരു പരിഭ്രമം? വല്ലതും കണ്ട് പേടിച്ചു പോയോ? ഇത് ഞാനാണ് സുധി, നിന്റെ ബിസിനസ് ശത്രു അഭിജിത്ത്. സർ തിരക്കിലാണെങ്കിൽ നമുക്ക് പിന്നെ കാണാം. അത് പിന്നെ തിരക്കൊന്നുമില്ല. സാരമില്ല. അത് സാർ ഫോണിൽ സംസാരിച്ചോളൂ. വലിയൊരു പ്രോജക്റ്റ് സ്വന്തമാക്കിന്ന് അറിഞ്ഞപ്പോ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. എനിവേ, ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. സീ യു. ബൈ. ഹലോ. ദിവ്യ പോയി അല്ലേ? പേടിക്കണ്ട, അവൾ ഇനിയും വരും, വന്നുകൊണ്ടേയിരിക്കും. നിന്റെ പൂവിരിച്ച പാതകളിലെല്ലാം അവൾ ഉണ്ടാവും. നിനക്ക് വേണ്ടി റെഡ് കാർപ്പറ്റ് വിരിക്കുന്നിടത്തും അവൾ ഉണ്ടാവും. അഭി നിനക്ക് വേണ്ടി കരുതി വെച്ച സർപ്രൈസ് എങ്ങനെ, കൊള്ളാവോ? നീ ബിസിനസിന്റെ വെന്നിക്കൊടിയും പാറിച്ചിങ്ങനെ നിൽക്കുമ്പോ ഈ പാവം കച്ചവടക്കാരനും വേണ്ടേ ചെറുതായെങ്കിലും ഒരു ജയം? എന്റെ ഈ ജയം ചെറുതല്ല എന്ന് എനിക്കും നിനക്കും അറിയാം. നീ 200 കോടിയുടെ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോ ഈ ഉള്ളവനും വേണ്ടേ സന്തോഷിക്കാനൊരു വക? സന്തോഷിക്കുകയല്ല, ആഘോഷിക്കും ഈ വിജയം ഞാൻ. നീ നോക്കിക്കോ, ഇനി അങ്ങോട്ട് നിന്റെ തകർച്ചയാ. എന്നുവെച്ചാ അബിയുടെ വളർച്ച. ഹലോ.